60 years. ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 60 വർഷം എത്ര? ഇതേ ഓണർ? ഇതാണ് ഈ ഹോട്ടലിന്റെ ഓണർ. ചായക്കൊപ്പം കൂട്ടാൻ തന്നിരിക്കുന്ന സാധനം തന്നിരിക്കണം. ഇത് ചക്കക്കുരുവാണ്, ചക്കക്കുരു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് കാണാൻ പോകുന്നത് കർണാടകയിലുള്ള ഒരു ഇൻറ്റീരിയർ വില്ലേജിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. അതൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ചാമരാജനഗർ ഡിസ്ട്രിക്റ്റിലുള്ള ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു വില്ലേജിലേക്ക് പോകുന്ന ആ ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം പോകുന്ന റൂട്ടൊരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോകുമ്പോൾ ഒരുപാട് വില്ലേജുകളുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ളിൽ കബള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ അങ്ങോട്ട് പോകുന്ന ബസ്സാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ബസ് കാണുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ്. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. ഈ ബസ് ഇപ്പോൾ അവിടെ നിന്ന് വന്നേ ഉള്ളൂ. വന്ന് ആൾക്കാരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ച് ആ വില്ലേജിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ബേഗൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവർ കം കണ്ടക്ടറാണ്. കർണാടകയിലുള്ള മിക്ക ബസ്സുകളിലും ഡ്രൈവറും കണ്ടക്ടറും ഒരേ ആളെ ഉണ്ടാവുള്ളൂ. ടിക്കറ്റ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ബസ് കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഒരാളാണ്. അപ്പോൾ ശങ്കർ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വില്ലേജിലേക്ക് പോകുന്ന ബസ് എപ്പോഴും ഭയങ്കര റഷായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ സീറ്റ് ഞാൻ ഉള്ളിൽ കയറി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലിരിക്കും. മറ്റുള്ള സീറ്റുകളെല്ലാം ഫുള്ളായി. അപ്പോൾ ഇന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് യാത്ര പുറപ്പെടും. ഏകദേശം ഫുള്ളായി, ഫുൾ സീറ്റിംഗ് ആയി. ഇപ്പോൾ ഞാനിവിടെ സൈഡിലൊരു കമ്പീൻ്റെ മുകളിൽ ഇരിക്കുന്നത്. സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സൈഡിൽ ഒരു കമ്പീൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ നിബന്ധനകളൊന്നുമില്ല. ലേഡീസ് സീറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അവിടെ ആ ചേച്ചി ഇരിക്കുകയാണ്. കുഴപ്പമില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. നമുക്കിവിടെ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട്, ഇതുവഴി നമുക്ക് ഷൂട്ട് ചെയ്യാം. ബസ്സിൽ എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യം 11:30 മണിക്കാണ് ബേഗൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടുന്നത്. മൈസൂർ ഗുണ്ടൽപേട്ട് ഹൈവേയിലാണ് ഈ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലം. വലത്ത് ഭാഗത്തേക്ക് പോകുന്നതാണ് മൈസൂർ, ഇടത്ത് ഭാഗത്തേക്ക് ഗുണ്ടൽപേട്ട് ഡയറക്ഷനിലേക്കാണ് നമ്മളെ ബസ് പോകുന്നത്. കുറച്ച് ദൂരം പോയതിന് ശേഷം അവിടുന്ന് ഈ ഹൈവേന്ന് ഒരു റോഡ് ഇടത്തോട്ട് കട്ടായി പോകുന്നുണ്ട്. ആ റോഡിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കബ്ബള്ളി എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് എത്താം. ഈ കബ്ബള്ളി എന്ന് പറഞ്ഞ വില്ലേജ് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് കന്നഡ ഫിലിം ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ള സിനിമകൾ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ കബ്ബള്ളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം പോകണം. അതിന് മുമ്പ് ഈ കബ്ബള്ളി എത്തുന്നതിന് മുമ്പ് മറ്റും ചില വില്ലേജുകളൊക്കെ ഉണ്ട്. എല്ലാം കാർഷിക ഗ്രാമങ്ങളാണ്. കർണാടക ഗ്രാമങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, എല്ലാം കാർഷിക ഗ്രാമങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹൈവേയിൽ 2-2.5 കിലോമീറ്ററോളം നമ്മൾ വന്നു. ഇവിടുന്ന് ഇടത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അതാണ് ഈ കബ്ബള്ളി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ്, ഒരു പോക്കറ്റ് റോഡ് കട്ടായി പോകുന്നതാണ്. അപ്പോൾ അതിന് കയറി കബ്ബള്ളി എത്തുന്നതിൻ്റെ മുമ്പും നിരവധി ഗ്രാമങ്ങളുണ്ട്. എല്ലാം കാർഷിക ഗ്രാമങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാമെന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത.
കർണാടകയിലെ ഗ്രാമപ്രദേശങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രധാന കാഴ്ച ഇതുപോലത്തെ കൃഷിഭൂമികളാണ്. ഓരോ സീസണിലും അതിന് അനുയോജ്യമായ കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. ഇവിടെയുള്ള ഏതൊരു ഗ്രാമം എടുത്തു നോക്കിയാലും അവിടെ ഉള്ളവരെല്ലാവരും കൃഷിക്കാരായിരിക്കും. നിരവധി മലയാളികളും ഇവിടെ ഭൂമി വാങ്ങിച്ചും പാട്ടത്തിനടുത്തൊക്കെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷി നല്ല ലാഭകരമായിട്ടുള്ളൊരു ഏർപ്പാടായി പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും അതിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എല്ലാ സമയത്തും അത് വിജയകരമായി മുന്നോട്ട് പോകണമെന്നില്ല. മഴ തീരെ ഇല്ലാതെ വരിക അല്ലെങ്കിൽ മഴ അധികമായിട്ട് പെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും. അത് മാത്രമല്ല, ചിലപ്പോൾ കൃഷി വൻ നഷ്ടത്തിലേക്ക് തന്നെ പോകാനും സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം അനുകൂലമായൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ മുടക്കിയതിൻ്റെ 3 ഇരട്ടി ലാഭവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. നമ്മളെ ഈ റൂട്ടിലെ യാത്രയിലെ ആദ്യത്തെ ഗ്രാമം മാതപ്പട്ടണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയത്. കൊച്ചൊരു ഗ്രാമമാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ മറ്റുള്ള വാഹനങ്ങളിൽ പോകുന്നതിനേക്കാളും ഇതുപോലെ ബസ്സിൽ കുറച്ച് ഉയരത്തിലിരുന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെ കവാടം കാണാം, അതിൻ്റെ തൊട്ടുപുറത്തൊരു സ്കൂളുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങൾക്കൊക്കെ കൊച്ചു കൊച്ചു വീടുകളും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മൊത്തം കൃഷിഭൂമിയാണ്. Patna village. ഇപ്പം നമ്മളിവിടുത്തെ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തി. സോമള്ളി എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഗ്രാമത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കർണാടകയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഒരു വലിയൊരു മരം, ഒരു നേഴ്മരം ഉണ്ടാവും, ആലമരം, അരസമരം എന്ന് പറയും. അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. പ്രധാനപ്പെട്ട സ്റ്റോപ്പും ബസ് സ്റ്റോപ്പൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും.
പിന്നെ കുറേ വീടുകൾ, അപ്പുറത്തേക്ക് കൃഷിത്തോട്ടങ്ങൾ, പിന്നെ കുറേ കാളവണ്ടികൾ പല പോണ ഭാഗത്തൊക്കെ കാണാൻ പറ്റും. ഇതാണ് കർണാടകൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച, അതായത് ഗ്രാമക്കാഴ്ച. വീണ്ടും കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തിപ്പോൾ അടുത്തൊരു ഗ്രാമത്തിലേക്ക് എത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ഹൊസാപുര എന്നാണ്. ഇതും ഒരു കൊച്ചു വില്ലേജാണ്. പിന്നെ ഇത് കൂടാതെ നിരവധി വില്ലേജുകളുണ്ട്. നമ്മൾ ഈ പോകുന്ന റോഡല്ലാതെ ഇതിൽ നിന്ന് ഡൈവേർട്ടായിട്ട് പോകുന്ന ചെറിയ ചെറിയ ടാറിങ് ചെയ്ത റോഡുകൾ, മണ്ണ് റോഡുകളൊക്കെ ഉണ്ട്. ആ റോഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെയും കുറേ വില്ലേജുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ബസ് റൂട്ട് പോകുന്ന ഒരു റൂട്ടിലുള്ള അടുത്തൊരു വില്ലേജാണ് ഈ ഹൊസാപുര എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായിട്ടുള്ള കബ്ബള്ളി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്ക് നമ്മളെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ചുറ്റുഭാഗം കടകളും ഒക്കെയുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചെറിയൊരു കവലയാണ് ഈ ഒരു കബ്ബള്ളി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ അവസാനത്തെ സ്റ്റോപ്പ്. നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഗ്രാമത്തിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബസ് ഇറങ്ങുന്നവിടെ തന്നെ ഒരു ക്ഷേത്രം, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വീടും കാണാം. ഈ വീടാണ് അത്ര നിരവധി സിനിമ ഷൂട്ടിങ്ങുകളിൽ ഈ ഗ്രാമ പശ്ചാത്തലത്തിൽ എടുക്കുന്ന സിനിമകളിലൊക്കെ വീടായിട്ടുണ്ടാവുക. അങ്ങനെ നിരവധി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ സിനിമകൾ. ഈ ഒസാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ 4-5 സിനിമകൾ, അതായത് മുഴുനീള ചിത്രം മൊത്തം ഈ ഗ്രാമത്തിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ തന്നെ ഉണ്ട് അത്ര. പിന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലും ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബേഗൂരിൽ നിന്ന് മാത്രമല്ലാതെ അങ്ങനെ ഒരു ബസ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ് സർവീസും ഉണ്ട് ഈ ഭാഗത്തേക്ക്. പ്രൈവറ്റ് ബസ് ഗുണ്ടൽപേട്ട ആ ഭാഗത്തു നിന്ന് അവിടുന്നൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇതാണ് ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലാണുള്ളത്. ഉള്ളിലേക്ക് ചെറിയ ചെറിയ റോഡുകൾ പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പുരയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളൊക്കെ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു പ്രധാന ഭാഗം, ഈ കബ്ബള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. Instagramಅಲ್ಲಿ 2K views. ಏನು ಶಾಪ್ ಇದು? ടീ ഷോപ്പ്. ഓക്കെ. ഇവിടുത്തെ ചായക്കടയാണ് അത്. കണ്ടില്ലേ, മണ്ണായിട്ട് തേച്ച് ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടൊക്കെ ഇട്ടിട്ടുള്ള ഒരു പഴയ കാലത്തൊരു ചായക്കടയൊക്കെയാണ്. ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 60 വർഷം എത്ര. ഇതേ ഓണർ, ഇതാണ് ഈ ഹോട്ടലിന്റെ ഓണർ. 60 വർഷമായത് കട. 60 വർഷം അത്ര ഒരു ഓൾഡ് അല്ല, പക്ഷെ എന്നാലും ഇതേ ನ್ಯಾಚುರಲ್ ಫುಡ್. ನ್ಯಾಚುರಲ್ ಫುಡ್ ಏನೇನು ಫುಡ್ ಇದೆ ಇಲ್ಲಿ? ರೈಸ್ ಇದು ರೈಸು, ರಾಗಿ ಕರ್ನಾಟಕ ಸ್ಪೆಷಲ್ ರಾಗಿ. ഹിന്ദി ഇല്ല, തമിഴ്. അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചു ഇവിടുന്ന്. ഇത് ഇവിടുത്തെ ഒരു 60 വർഷമായിട്ടുള്ള ചായക്കട അല്ലേ, അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ ചായക്കൊപ്പം കൂട്ടാൻ തന്നിരിക്കുന്ന സാധനം തന്നിരിക്കണം. ഇത് ചക്കക്കുരുവാണ്, ചക്കക്കുരു.
അപ്പോൾ കബ്ബള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഈ നഗര ഡിസ്ട്രിക്റ്റിലുള്ള ചെറിയൊരു വില്ലേജാണ്. ഒരു 7000-ൽ കൂടുതൽ പോപ്പുലേഷനുള്ള ചെറിയൊരു വില്ലേജ്. ഇവിടെ കൂടുതലായിട്ടും ജനങ്ങൾ ജീവിക്കുന്നത് കൃഷിയെ ആശ്രയിച്ചാണ്. സാധാരണ കർണാടക ഗ്രാമങ്ങൾ നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാകും കൃഷി ലാൻഡുകൾ. അപ്പോൾ അതിനാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗം. കൂടുതലായിട്ടും ഇവിടുന്ന് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഇതാണ്. സ്വന്തമായിട്ട് ലാൻഡ് ഉള്ളവരും ഉണ്ടാവും. അതേപോലെ തന്നെ ലാൻഡ് ഇല്ലെങ്കിലും മറ്റുള്ള ലാൻഡുകളിൽ കൃഷിപ്പണിക്ക്, അതായത് കൂലിപ്പണികൾ പോയിട്ടൊക്കെ ആണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. പിന്നെ ഈ ഒരു കബ്ബള്ളി എന്ന് പറഞ്ഞത് നല്ലൊരു സീനിക്കായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റുഭാഗമുള്ളത്. പിന്നെ ഇവിടെ കർണാടകത്തിൻ്റെ പ്രശസ്തരായിട്ടുള്ള പല പൂർവിക ചരിത്രത്തിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള കുറേ അപൂർവ വ്യക്തികളൊക്കെ ഇവിടെ താമസിച്ചിരുന്നത്. അവരുടെയൊക്കെ ഒരു നാടാണിത്. അപ്പോൾ അവരൊരു വീട് ഇപ്പോഴും ഇവിടെ ശേഷിക്കുന്നുണ്ട്, ഈ കബ്ബള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ വീട്ടിൽ നിരവധി സിനിമ ഷൂട്ടിങ്ങിലൊക്കെ ആ വീട് ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു നാടാണ് ഈ കബ്ബള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കബ്ബള്ളി വന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഡീപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നും പോകാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.